ഷോയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അഖിൽ മാരാറാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള വ്യൂവർഷിപ്പ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. ഡിഫറെന്റ് ലാംഗ്വേജസിലൊക്കെ പരീക്ഷണ അടിസ്ഥാനത്തിൽ വന്ന് വമ്പൻ തരത്തിൽ വിജയിച്ച ഒരു ഷോയാണ് ബിഗ് ബോസ് റിയാലിറ്റി ഷോ. തമിഴിലുണ്ട്, തെലുങ്കിലുണ്ട്, കന്നഡയിലുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള, ഹിന്ദിയിലുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള ലാംഗ്വേജുകളിൽ ഇന്ത്യയിൽ തന്നെ ബിഗ് ബോസ് നടത്തപ്പെടുന്നുണ്ട്. അപ്പൊ അതില് നമ്മുടെ മലയാളത്തിലും കുറച്ച് കാലങ്ങളായിട്ട് ബിഗ് ബോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്റർനാഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ ബിഗ് ബ്രദർ റിയാലിറ്റി ഷോയൊക്കെ, നമ്മുടെ ശില്പ ഷെട്ടി വിജയിച്ച റിയാലിറ്റി ഷോയൊക്കെ കുറെ ആളുകൾ യൂട്യൂബിലെങ്കിലും കണ്ടിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ലാംഗ്വേജസിൽ വളരെ ശക്തമായിട്ട് ഓഡിയൻസിനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. അപ്പോ നമ്മുടെ മലയാളത്തിൽ ഇപ്പോ ബിഗ് ബോസ് റിയാലിറ്റി ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഈ സീസണിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അഖിൽ മാരാർ. അദ്ദേഹം പുറത്ത് എന്തായിരുന്നോ അങ്ങനെയോ ഒന്നും നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് അറ്റ് പ്രസന്റ് നമ്മുടെ ഷോയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, വളരെ ലളിതമായിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന്. ഡേ 1 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ ഇല്ലെങ്കിൽ ആ ഷോ ഇല്ല എന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞ അവസരം ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, ഇത് അൾട്ടിമേറ്റ്ലി ഒരു ഗെയിം ഷോയാണ്. ആ ഗെയിം ഷോയ്ക്ക് ഏതെല്ലാം തരത്തിൽ പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് കണ്ടന്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ കണ്ടന്റ് കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ആ ഷോയിൽ നിൽക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ നമ്മുടെ അഖിൽ മാരാർ വിജയിച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹം ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട്, അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ സത്യമായിട്ട് വരുന്നുണ്ട്. ഒരേ സമയം 2 ജനറേഷനുള്ള ആളുകൾ, അതായത് കുറച്ച് മുതിർന്ന സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകളെയും അതേപോലെ വളരെ യൂത്ത് ആയിട്ടുള്ള ആളുകളെയും ഒരേപോലെ തന്നെ കയ്യിലെടുത്തുകൊണ്ടാണ് നമ്മുടെ അഖിൽ മാരാര് മുന്നോട്ട് നീങ്ങുന്നത്. 2 കൂട്ടരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ബിഗ് ബോസിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം അഖിൽ മാരാറിന് നന്നായിട്ട് അറിയാം. അദ്ദേഹം കാണിക്കുന്ന ഓരോ കാര്യങ്ങളും, അദ്ദേഹം പുറത്ത് ചിലപ്പോൾ വേറെ വ്യക്തിത്വത്തിന് ഉടമയായിരിക്കാം, അതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ബിഗ് ബോസിൽ എങ്ങനെ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് കളിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടന്റ് കൊടുക്കുക, അല്ലെ? അതിൽ അദ്ദേഹം 100% വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ആധികാരികമായിട്ടുള്ള ഒരു റിവ്യൂ ഒന്നല്ല, എനിക്ക് അഖിൽ മാരാറിനെ ഇഷ്ടമാണ് എന്ന് പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അഖിൽ മാരാർ ആസ് എ കണ്ടസ്റ്റന്റ്, ഈ ബിഗ് ബോസിൽ അഖിൽ മാരാർ ആസ് എ കണ്ടസ്റ്റന്റ് ഇഷ്ടമാണ് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ റിയൽ ആയിട്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ബിഗ് ബോസിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അദ്ദേഹം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഫാമിലി വരുന്ന ദിവസമാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ അതിനെ ചുറ്റിപ്പറ്റി കണ്ടു. അദ്ദേഹം ആ ഫാമിലിയെ അത്രമാത്രം ചേർത്ത് നിർത്തുന്നതൊക്കെ വളരെ സന്തോഷപൂർവ്വം എനിക്ക് കാണാനായിട്ട് സാധിച്ചു. സോ ഓൾ ദ വെരി ബെസ്റ്റ്. കപ്പായിട്ട് അഖിൽ മാരാർ വരട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. നല്ലൊരു പ്ലെയറാണ്, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അഖിൽ മാരാർ ഒരിക്കൽ കൂടെ.